പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുറ്റവാളികളെ കൊണ്ടുപോയി തള്ളിയിരുന്ന ദ്വീപാ സാറേ അത്. കയറിയങ്ങ് അകത്ത് പോയാൽ പിന്നെ തിരിച്ചിറങ്ങണേ ഞങ്ങൾ നാട്ടുകാർ തന്നെ വിചാരിക്കണം. ഈ കേരളക്കരയിൽ ആളെ കാണാതാകുന്ന പല കേസിലും പ്രതികൾ ഞങ്ങളുടെ നാട്ടുകാരാണ്. പല ശവങ്ങളും ഇപ്പോഴും കലിപ്പക്കര കായലിൻ്റെ അടിത്തട്ടിൽ കാണും. പുറം പണിക്ക് പോണവന്മാരാരും അറിയാതെ തിരിച്ച് നാട്ടിൽ കയറും. ഇനി പണി നടത്തിയിട്ട് വേറെ നാട്ടിൽ നിന്ന് കലിപ്പക്കര കയറുന്നവരെ കാക്കയ്ക്കും പൂച്ചയ്ക്കും പോയിട്ട് പോലീസ് പട്ടിക്ക് പോലും മടക്കാൻ കിട്ടത്തില്ല. അതിന് ഞങ്ങൾ നാട്ടുകാരൊറ്റ കെട്ടാ സാറേ. സത്യം പറയാലോ സാറേ, ഞങ്ങളെ ഭരിക്കാൻ വേറെ ഓരോരുത്തന്മാർ അവിടെ കയറി നിരങ്ങുന്നത് എനിക്കിഷ്ടമല്ല സാറേ. അതിപ്പോൾ യൂണിഫോം ഇട്ടുകൊണ്ട് ഞാൻ തന്നെ കയറിയാലും എനിക്ക് എന്നോട് തന്നെ ഒരു കലിപ്പാ സാറേ. എന്നാ കോശന്റെ കലിപ്പ് ഇന്നങ്ങ് നമുക്ക് തീർത്താലോ? വണ്ടി ഇറക്കാൻ പറ കോശ. അത് വേണോ സാറേ? നിന്ന് താളം തള്ളാതെ വണ്ടി ഇറക്കാൻ പറ കോശ. ഏമാന്മാര് വഴിതെറ്റി കയറിയതാണ്. വന്നല്ലോ പുതിയ എസ്ഐ വന്നല്ലോ. ഇതാണോ കോശ താൻ പറഞ്ഞ കലിപ്പക്കര? ഇവിടെ നെഞ്ചത്തടിക്കുന്ന പെണ്ണുങ്ങളല്ലാതെ ആണുങ്ങളൊന്നും ഇല്ലടോ. അയ്യോ സാറേ, എന്റെ കോശിച്ചേ, നിങ്ങളിത് എന്നാ ഓർത്താണ് ഇവന്മാരോട് ഈ കളസവും വലിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത്? ഇങ്ങനോട് വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞാടാ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ തന്നെ ഉണ്ടാക്കണമെന്ന് ഇപ്പൊ ഉണ്ടാക്കിയല്ലോ. എടാ തൊമ്മിക്കുഞ്ഞേ, ഇങ്ങ വന്നേടാ. എന്നാ എടുത്തേ? ഇതാടാ ആ എസ്ഐ മോനെ ഒന്ന് വരഞ്ഞു വിട്ടേക്ക്. ഇല്ലെങ്കിലേ അവന്മാര് പിന്നെയും വന്ന് ഞൊളച്ചോണ്ടിരിക്കും. വരയണോ കീറണോന്നൊക്കെ വർക്കിച്ചം വന്നിട്ട് തീരുമാനിക്കും. ഇപ്പൊ മക്കള് മുട്ടുമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. കൈകൊട്ടി പാടും മക്കളെ. നമ്മള് പെട്ടു സാർ. അങ്ങോട്ട് പാടും. വെറുതെ ഇങ്ങനെ നിൽക്കാതെ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കും. ഈ ഭണ്ഡാരം നിറഞ്ഞിട്ട് കാലം കുറയായി. എന്നോടവിടെ ഭണ്ഡാരം നിറച്ച് ചെതലാണച്ചോ. ഞാനത് ചൊരണ്ടി ഇളക്കുകയായിരുന്നു. ചേതലൊക്കെ അവിടെ ഇരുന്നോട്ടെ, താൻ ചോരണ്ടിയതും മതി. പള്ളിയുടെ താക്കോല് തന്നേടൂ. അയ്യോ അച്ഛ, കാലങ്ങളായിട്ട് ഇത് എന്റെ കയ്യിലല്ലയോ. എന്താ അച്ഛാ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ? പള്ളിയുടെ താക്കോൽ പള്ളിയിൽ അച്ഛൻ്റെ കയ്യിലായിരിക്കേണ്ടത്. ആ താക്കോല് തന്ന കേസ്താക്കി. എന്നാലും അച്ഛോ. അച്ഛോ അച്ഛോ വേഗം ചെല്ലച്ചോ, അല്ലേ കപ്പാളമുക്കിൽ 5-6 ശവം വീഴും. പുതിയ SIM പോലീസുകാരെ മുട്ടുമ്മേ നിർത്തി മരണക്കൊന്ന് ചൊല്ലിക്കുവാ. ഇവന്മാരുടെ കാര്യം നോക്കി നിൽക്കാതെ ജീപ്പ് ഇറക്കൊടുത്താക്കി. അച്ഛൻ ജീപ്പിനോട് കയറിയിരിക്കും. ഞാൻ കർത്താവിനോട് പറഞ്ഞു വരാം. വാ കർത്താവേ, ഒരുമാതിരി മറ്റേ പണി കാണിക്കരുത്. എൻ്റെ അടുത്ത് ഒറ്റി കൊടുത്തല്ലേ. ഇവിടെ ഇപ്പോൾ ഒരു കർത്താവ് മതി, അത് ഞാനാ.
ചെല്ലിച്ചോ, വേഗം ചെല്ല്. കൊള്ളാം. പോലീസുകാര്, ഗുണ്ടകള്, പ്രാർത്ഥനക്കാര്, പള്ളിയിലച്ചൻ. എത്ര സുന്ദരമായ നാട്. വാട്ട് നോൺസെൻസ് ഈസ് ദിസ്? തുടങ്ങി. പോലീസാണ് പോലും പോലീസ്. വന്ന പണി ചെയ്യാൻ അറിയണം. അതിന് ചങ്കൂറ്റല്ലെങ്കിൽ സ്റ്റേഷനിൽ പോയിരിക്കണം. എണീക്കടോ. അല്ല, അണ്ണൻ ഇറങ്ങുന്നില്ലേ? എന്തോ കേട്ടില്ല. എണീറ്റ് പോടോ. സ്റ്റേഷനിൽ പോടോ. എണീറ്റ് പോ. പോ, എണീക്ക്. പോ, 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 പോ. പോയിക്കോ, പോയിക്കോ. ഇസ്താക്കണ്ണ, പോയിക്കോ, പോയിക്കോ. അച്ഛൻ പുലിയാ. അന്ത് പോലീസാ. നീയാണോ പുതിയ എസ് ഐ? നീ ആദ്യം പോ. പുതിയ എസ് ഐ കലിപ്പക്കര കാണാൻ വന്നതാണ്. ഇവനൊക്കെ എന്നാ കാണാനായി കൂടി കെട്ടി. പോടോ. ബാക്കി വേണ്ട, അവരെ വിട്ടേ. ഞാൻ സംസാരിച്ചോളാം. അതാണ് കറക്റ്റ് മെഷർമെന്റ്. അച്ചോ, ഇത് ഞങ്ങളുടെ നാടാ. ഇവിടെ ഇപ്പൊ ഞങ്ങളെ ഭരിക്കാൻ പുറത്തുനിന്ന് ഒരുത്തനും വേണ്ട. അതിപ്പോ പട്ടാളക്കാരനായാലും ശരി, പട്ടക്കാരനായാലും ശരി. മനസ്സിലായോ? ആ കത്തിക്ക് നീ അച്ഛനെ കുത്തിയോടാ മഹാഭാവി. തൽക്കാലം നീ പള്ളിക്കകത്ത് കയറിയിരുന്നു. ശരി, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നോക്കിയിരിക്കാതെ അച്ഛൻ ആശുപത്രിയിലോട്ട് പോവാ. എടുക്ക്, പൊക്ക്. ഇങ്ങോട്ട് പൊക്കി എടുക്ക്. വേഗം, വേഗം. വണ്ടി കണ്ടു. പോട്ട്, പോട്ട്.